ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് LOT ക്യാപ്പ്, LOT കപ്പ്, EHT കപ്പ് ഇത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് വന്നാൽ ഈ കംപ്ലൈന്റ് വന്നാൽ എങ്ങനെ അറിയാന്ന് വെച്ചാൽ നമുക്ക് ടിവിനകത്തുനിന്ന് ഷീന്ന് പറഞ്ഞ ഒച്ചയേക്കാം. ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, കാറ്റ് പോണുള്ള ഒച്ചയേക്കാം. പൊട്ടിത്തെറി കിട്ടിക്കിട്ടിക്കിട്ടിന്ന് പറഞ്ഞ് ട്യൂബിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ആർക്കിങ് വരും. അങ്ങനെ കാണാം, അങ്ങനെ കാണില്ല, അങ്ങനെ കേൾക്കും, നല്ല സൗണ്ടിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ അങ്ങനെയുള്ള ആർക്ക് വരുന്നത് ഈ ഭാഗത്തുനിന്ന് അതായത് ഈ ക്യാപ്പിന്റെ ഈ ഭാഗത്തുനിന്ന് ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യാം, ഈ സാധനം വാങ്ങി പുതിയത് മാറ്റുക. അപ്പൊ നമുക്കിത് അയച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയിട്ട്, അതായത് ടിവിന്ന് ഇത് അയച്ചെടുക്കുക. അതായത് LOTയും ബോർഡും ഒന്നായിട്ട് ഊരേണ്ട ആവശ്യമില്ല, ക്യാപ്പ് മാത്രം ഊരിയാൽ മതി. അത് ഊരുന്നതിന് മുമ്പ് ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം, അതായത് എർത്ത് വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്തെടുക്കണം. ആ ഡിസ്ചാർജ് ചെയ്യുന്നതിന് കാണിച്ചു തരാം. അതായത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിലും കാണിക്കാം. അത് ഡിസ്ചാർജ് ചെയ്യേണ്ട എർത്ത് പിന്നെ വെച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് അത് ഒട്ടിക്കണം. അപ്പൊ ട്യൂബ് കുറച്ച് പഴക്കം ചെന്നതോ കംപ്ലൈന്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഒട്ടിച്ച് ഇത് പുതിയത് വാങ്ങിച്ചാലും ലീക്ക് ഉണ്ടാവും. അപ്പൊ അവിടെ മുമ്പ് നമ്മൾ പറഞ്ഞ ആ താരം, അതായത് എനബോണ്ട്, ആ എനബോണ്ട് നമുക്ക് വീണ്ടും ആവശ്യം വരും. എനബോണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ തൽക്കാലം എല്ലാവരും ഒട്ടിക്കുന്നത്. സ്പാർക്ക് ഗാർഡ് എന്ന് പറഞ്ഞൊരു പേസ്റ്റ് വാങ്ങാൻ കിട്ടും, അത് വെച്ചിട്ടും നിർത്താം. അത് വെച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് എനബോണ്ട് ഇടേണ്ടി വരും. അധികം ഇപ്പൊ എല്ലാ ടിവികളിലും ഒരുവിധം എല്ലാവരും എനബോണ്ട് വെച്ച് ഒട്ടിക്കുന്നു. റെഡ് ഡസ് ചെയ്യുന്നുണ്ട്, എന്താ പറയാ, അങ്ങനെ ആ പേസ്റ്റിന് വരുന്നത്. വൈറ്റും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. എനിക്കിപ്പോ ക്യാപ്പ് മാറ്റേണ്ട വർക്കൊന്നും വന്നില്ല, LOT ഒന്നായിട്ട് മാറ്റേണ്ട വർക്കാ വന്നത്. അപ്പൊ നമുക്ക് ക്യാപ്പ് മാറ്റുന്നത് ഈ വീഡിയോ നോക്കാം. അപ്പൊ ടിവിയിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയാണ്, നമ്മള് ടി വി അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് ഇവിടെ കണക്ട് ചെയ്ത ഇവിടെയാണ് ഈ എർത്ത് വയർ ഉണ്ടാവുക, ഈ ബാക്കിലേക്ക്. അത് ഊരിയിട്ട് ഇതുപോലെ LOT ക്യാപ്പ് തുറന്നു പിടിച്ചിട്ട് അതിന്റെ അടിയിൽ കണക്ട് ടച്ച് ചെയ്താൽ മതി, അത് ഡിസ്ചാർജ് ആയിക്കോളും. ഒരു സ്പാർക്കോട് കൂടി ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ആവും. എന്നിട്ട് അതിങ്ങനെ വളച്ച് പിടിച്ച് ഊരിയെടുക്കുക. അതിന്റെ ശേഷം നന്നാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അവിടെ പൊടിയും ഒരു ഈർപ്പൊക്കെ പിടിച്ചിട്ട് ആ വൃത്തിയേടായി കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ക്ലീൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്പ് വാങ്ങാൻ കിട്ടും എങ്ങനെയാണ്. നമുക്ക് ഇതിന്റെ ക്യാപ്പും ക്ലിപ്പും കൂടെ പുതിയത് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. കപ്പും ക്ലിപ്പും എന്നാ പറയാ. അപ്പൊ അതിനകത്ത് ഈ ക്ലിപ്പോട് കൂടി നമുക്ക് വാങ്ങാം. ഇത് കുറച്ചെന്തോ ഒരു റസ്റ്റ് പോലെ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കൂർപ്പം കാണാം. ഇതൊക്കെ അതിന്റെ ആവശ്യ ഘടകങ്ങളാണ്. അപ്പൊ നമുക്കിത് വെച്ച് നോക്കാം. അപ്പൊ ഇതിനാദ്യം വേണ്ടത്, നമുക്ക് ഈ ക്യാപ്പ് ഇന്ന് അയച്ചെടുക്കണം. ഇത് അയക്കാൻ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇതിന്റെ കൂടെ ഒരു പ്ലെയർ വെച്ചിട്ട് ഇത് പിടിച്ചിട്ട് ഇത് വലിച്ചെടുക്കാൻ പറ്റും. ചിലത് ഈ ഭാഗത്ത് ഇവിടെ ഇതിങ്ങനെ ഒട്ടിയിട്ട് സ്റ്റക്കായി നിൽക്കും, അപ്പൊ നമുക്ക് വലിച്ചാൽ കിട്ടില്ല. അങ്ങനെയുള്ളത് ഇവിടെ ബ്ലേഡ് വെച്ച് കീറി കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ വലിച്ച് നോക്കാം കിട്ടുന്നുണ്ടോ. എനിക്ക് ഈ കൈ വെച്ച് വലിക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. നമ്മളിങ്ങനെ നോസ് പ്ലെയർ ഒക്കെ ഉണ്ട്, സുഖം ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ പിടിച്ച് തിരിക്കുക. അപ്പൊ വയറ് പോന്ന് നമ്മൾ ഇവിടെ സോൾഡറിംഗ് ആണ് വെച്ചിട്ട് ഇവിടെ അയച്ചു കൊടുക്കുക. ഈ സോൾഡറിംഗ് ആണ് വെച്ചിട്ട് ഇവിടെ വെച്ചു കൊടുത്താൽ അതാണ്ട് ഊരി വരും. അപ്പൊ പിന്നെ നല്ല ചൂടുണ്ടാവും, ഇങ്ങനെ പാഞ്ഞു പോയി എടുക്കരുത്, നല്ല ചൂടായി ഉണ്ടാവും ചിലപ്പോ അവിടെ. അപ്പൊ ഇത് നല്ല ക്ലിപ്പായിട്ട് കാണുകയാണെങ്കിൽ, തുരുമ്പൊന്നും ഇല്ലെങ്കിൽ, നമ്മൾ വാങ്ങിയതിനെക്കാളും മെച്ചത്തിലാണ് ഇപ്പൊ അതിനെ കാണുന്നത്. അപ്പൊ വെച്ച് നോക്കുമ്പോ ഇത് തന്നെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പുതിയ എണ്ണിട്ട് പഠിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വലിച്ചൂരി എടുക്കുക. ഇത് വലിക്കുക പറഞ്ഞാൽ ഇവിടെ പിടിച്ചാണ് ശരിക്കും വലിക്കേണ്ടത്. നമ്മൾ അറിയാതെ ഇങ്ങനെ വലിച്ചു പോവുക, ഇങ്ങനെയൊക്കെ പിടിച്ച് വലിക്കും. പക്ഷെ ഇവിടെ പിടിച്ച് ഊരിയാൽ അത് കറക്റ്റായിട്ട് പോരുള്ളൂ. അപ്പൊ പഴയ ക്യാപ്പ് ഇങ്ങോട്ട് പോന്നു. ഇനി നമ്മൾ പുതിയ ക്യാപ്പ് ഇത് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇടാം. മടക്കിയാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. എന്നിട്ട് നമ്മൾ വളരെ നൈസായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അതാണ് കയറി വരും. അപ്പൊ അതിനുള്ളിൽ അതിന്റെ കമ്പി കാണാം, കണ്ടോ, ഉള്ളുകൂടി കാണുന്നില്ലേ. അപ്പൊ ഇനി അതിനെ നമുക്ക് ഒരു സ്ക്രൂഡ്രൈവർ വെച്ചിട്ട് ഒന്ന് തള്ളിയാലും കയറി പോരും, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയർ വെച്ചിട്ട് പിടിച്ചിട്ട് വലിച്ചെടുക്കാം. പ്ലെയർ വെച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ വലിച്ചാൽ മതി. നമ്മൾ കാണുമ്പോൾ അത്ര സിമ്പിൾ അല്ല, നല്ല പവറിൽ വലിച്ചാലേ ഇത് പോരുള്ളൂ. നമ്മളിപ്പോ ഈ പഴയ തന്നെ കുടിക്കാം, ഇതിന് വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല, തുരുമ്പ് റസ്റ്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ പിന്നിന്റെ മുകളിൽ ഒരു കൂർപ്പം കാണുന്നുണ്ടാവും. ആ കൂർപ്പുള്ള ഭാഗം നമ്മളെ വയറിന്റെ, അതായത് കൂർപ്പം ഇങ്ങോട്ടാ വരണ്ടേ, നമ്മളെ വയറുള്ള ഭാഗത്തേക്ക്, വയ്യോട്ടല്ല. ഇത് ഇങ്ങനെയല്ല വെക്കേണ്ടത്. അതായത് ഇപ്പൊ കാണുന്നുണ്ട് കൂർപ്പം, ആ പോയിന്റ് ഇങ്ങനെയല്ല വെക്കേണ്ടത്, അത് തിരിച്ചാ വെക്കേണ്ടത്. അത് ആ വയറിന് ക്ലിപ്പ് ചെയ്ത് പിടിക്കാനുള്ള സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം അതുപോലെ നന്നാക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പ്, ആ പിന്ന് ഇതിന്റെ വയറിൽ കടിച്ചു പിടിക്കും. എന്നിട്ട് നമ്മൾ പഴയ വയർ ഇങ്ങോട്ട് മടക്കിയതിന് ശേഷമാണ് സോൾഡർ ചെയ്യാൻ. വയറൊന്നും ചെതറി നിൽക്കാൻ പാടില്ല, നല്ല വൃത്തിയിൽ സോൾഡർ ചെയ്യണം.
അപ്പൊ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഏകദേശം കറക്റ്റായി നിൽക്കും. എന്നിട്ട് അത് റിട്ടേൺ വലിക്കണം. നമ്മൾ നേരത്തെ അത് എങ്ങനെയാണോ ക്യാപ്പ് വലിച്ചൂരിക അതുപോലെ വലിക്കുക. വലിക്കുമ്പോൾ ഇത് നേരായിട്ട് ഇങ്ങനെ വരുന്ന രൂപത്തിൽ വലിക്കുക. അപ്പൊ അത് അവിടെ അങ്ങനെ കൊളത്തിയിട്ട് ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ നമ്മൾ ക്ലിപ്പ് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പഴയ പോലെ നല്ല സ്ട്രോങ് ക്ലിപ്പ് ആയിട്ടുണ്ടാവും. പഴയ ലീക്കുള്ള കപ്പ് നമ്മൾ മാറ്റി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് അവിടെ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണം. അപ്പൊ ഇനി ഇത് ഫിറ്റ് ചെയ്യുന്നത് ഒട്ടിക്കുന്നത് നോക്കാം. ഈ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ എനാബോണ്ട് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് പേസ്റ്റ്, എനാബോണ്ട് റെഡ് ഗാസ്കറ്റ് മാർക്കർ. അപ്പോൾ അതിന്റെ ശേഷം നന്നാക്കിയിട്ട് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. നന്നാക്കി പരത്തിയിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ഷേപ്പിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ക്യാപ്പ് ഇങ്ങനെ നല്ല വളച്ച് പിടിച്ചിട്ട് ഇതുപോലെ ക്ലിപ്പ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഹോൾസിൽ ലോക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ ആ ലോക്ക് കുടിക്കുന്നതിന് ശേഷം നല്ല കറക്റ്റ് പ്രസ് ചെയ്ത് എയർ കയറാത്ത വിധം നല്ല കറക്റ്റ് ടൈറ്റിൽ നല്ല ഫ്ലാറ്റിൽ ഇങ്ങനെ പിടിപ്പിക്കുക. എന്നിട്ട് അതിനകൊണ്ട് മൊത്തം അതിൻ്റെ സൈഡിൽ കൂടെ തേച്ചിട്ട് ആ ലീക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഒഴിവാക്കുക. അതിൻ്റെ ശേഷം ആ ക്യാപ്പ് നന്നാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ടിവിയുടെ LOT ക്യാപ്പ് ലീക്ക് വന്നാൽ ഇത്രേ പണിയുള്ളൂ. സ്വന്തമായിട്ട് ഏകദേശം ബേസിക് ഐഡിയ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ സോൾഡറിങ്ങാണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ക്യാപ്പ് മാറ്റാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.